ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മളിപ്പോൾ എവിടെയാണ് വന്നേക്കണമെന്ന് അറിയോ? ഇത് തൃശ്ശൂർ ജില്ലയിലെ അപ്പങ്ങാടി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇവിടെ അപ്പത്തിൻ്റെ പല വെറൈറ്റി, പാലപ്പം, വട്ടയപ്പം, അച്ചപ്പം, കുഴലപ്പം, അതുപോലെ ഔലോസുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടും കേട്ടോ. ഈ സ്ട്രീറ്റ് മുഴുവനും അങ്ങനത്തെ കടകളാണ്. അവരുടെ വീടുകളുടെ മുമ്പിലാണ് അവരിങ്ങനെ അപ്പത്തിൻ്റെ കച്ചവടം നടത്തുന്നത്. അപ്പം നമുക്ക് അവിടുത്തെ പോയി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? അപ്പോൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണം നമ്മുടെ ഈ വ്ളോഗ്സിലേക്ക് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോയാലോ? വരും. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അപ്പങ്ങാടി. ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുത്തൻപള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. പുത്തൻപള്ളിയുടെ ഏകദേശം ബാക്ക് സൈഡായിട്ട് വരും ഈ അപ്പങ്ങാടി. ഇവിടെ ഒരു 11 അപ്പത്തിൻ്റെ കടകളാണ് ഉള്ളത്. ഇത് ഇവരുടെ വീടുകൾ തന്നെയാണ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം, അതായത് സിറ്റ് ഔട്ടിലാണ് ഈ അപ്പത്തിൻ്റെ കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നത്. ഇതാ നോക്കിക്കോളൂ കേട്ടോ. ഈ സൈഡിലെല്ലാം അപ്പത്തിൻ്റെ കടകളാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ സിനി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അപ്പത്തിൻ്റെ കടയിലാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് അപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ സിനി. എന്തൊരു ടേസ്റ്റിയാണെന്നറിയാം. ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ചായിരുന്നു അപ്പം. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റ് പാലപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഞങ്ങൾക്ക് ഇന്നലെ മുട്ടക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ അപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറിയും കൂടി കഴിച്ചപ്പോഴുള്ള നാവിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റ്, അത്രയ്ക്ക് പഞ്ഞി പോലത്തെ പാലപ്പം. ഇതാണ്, ഇത് ടോണീസ് ഫുഡ്സ് എന്നാണ് സിനിയുടെ കടയുടെ പേര്. ഡിസ്കവറി ചാനലൊക്കെ ഇവിടെ വന്ന് വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ സിനിയുടെ. നമുക്കത് കാണിച്ചു തരികയും ചെയ്തായിരുന്നു. ഒരുപാട് ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു കടയാണ്. ഇവിടെ എല്ലാ കടകളിലും ഇതേ ടൈപ്പ് ഐറ്റംസ് തന്നെയാണുള്ളത്. ഇവിടെ വട്ടയപ്പം, വെള്ളയപ്പം, നൂലപ്പം, പത്തിരി, അതുപോലെ നമ്മുടെ ഔലോസുണ്ട, അതുപോലെ വേറെ അങ്ങനെയുള്ള നാടൻ പലഹാരങ്ങൾ, ഇതാണ് ഇവിടെ ലഭ്യമാവുന്നത്. എല്ലാ കടകളിലും ഇതേ ഐറ്റംസ് തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് ഇവിടുത്തെ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു പേഴ്സണൽ ഇതനുസരിച്ചിട്ട് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സിനിയുടെ കടയാണ്. ഭയങ്കര എക്സലൻറ്റ് പാലപ്പമായിരുന്നു നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഏകദേശം 5 അപ്പച്ചട്ടികളാണ് ഉള്ളത്. അപ്പോൾ ഓൾറെഡി കുറേ അപ്പമൊക്കെ ചുട്ട് വെച്ചേക്കുവാണ്. പിന്നെ നമ്മൾ ഏകദേശം വന്നതിന് 7 മണിയായപ്പോൾ അപ്പമൊക്കെ ചുട്ട് ഓൾമോസ്റ്റ് കഴിയാറായി. പിന്നെ നമ്മളൊരു അധികം കണ്ടോ, ഇത് കൊണ്ട് കുഴലപ്പവും ഔലോസുണ്ടയൊക്കെ വെച്ചേക്കണ കണ്ടോ, അച്ചപ്പം അങ്ങനെയല്ലാണ്ട് നമ്മളൊരു ഏകദേശം 7 മണി സമയത്ത് വന്നതുകൊണ്ട് അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞായിരുന്നു. പിന്നെ നമുക്കൊരു 50-60 അപ്പമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 5 ചട്ടിയിലും ഒരുമിച്ച് കോരി ഒഴിച്ച് ചുട്ട് തരാമെന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ അത്രയും ആവശ്യമില്ല, 7 എണ്ണം മതിയായിരുന്നു. അതുകൊണ്ടാണ് ഒരു ചട്ടിയിൽ ചുടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഐറ്റംസൊക്കെ അവിടെ ഇങ്ങനെ ബോക്സിൽ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ടോണീസ് ഫുഡ്സ് എന്നാണ് സിനിയുടെ കടയുടെ പേര്. ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ച് നോക്കിയിട്ട് ഭയങ്കര എക്സലൻ്റ് ആയിട്ട് ടേസ്റ്റ് വൈസ് എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇത് പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ ഫോൺ നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓർഡേഴ്സൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീട്ടിൽ നിന്നും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് അപ്പമൊക്കെ നമുക്ക് ചൂടോടെ ചുട്ട് നമുക്ക് അവിടെ എത്തിക്കുന്നതായിരിക്കും വീട്ടിൽ. ഇത് കണ്ടോ, അപ്പമാണ് ചുട്ട് വെച്ചേക്കുന്നത്. കണ്ടാൽ തന്നെ അറിയില്ല എന്തൊരു സോഫ്റ്റ് പാലപ്പം അല്ലേ. സിനി ഇവിടെ കാര്യമായിട്ട് അപ്പം ചുട്ടുകൊണ്ടിരിക്കണം. മാവൊക്കെ വലിയൊരു ചരുവത്തിൽ ഇങ്ങനെ അരച്ച് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 50-60 അപ്പമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാ ചട്ടിയിലും ഒരുമിച്ച് ചുട്ട് കാണിച്ചിരുന്ന സിനി പറയുന്നത്. പക്ഷേ ഞാനിപ്പം ആകെ വാങ്ങിച്ചത് 6 അപ്പമാണ്. കാരണം ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചത്. അപ്പോൾ വീട്ടിലെ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അപ്പം വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കാര്യമായിട്ട് അപ്പം ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ചോദിക്കാം കേട്ടോ. ഇത്തിരി ഒച്ചത്തിൽ പറയാം. എങ്ങനെയാണ്? അരിപ്പൊടിയും ഈസ്റ്റും പഞ്ചസാരയിട്ട് കുഴച്ച്. അരിപ്പൊടിയാണല്ലേ, പച്ചരി അരയ്ക്കുമല്ല, അരിപ്പൊടി. അത് ശരി. എന്നിട്ട് കപ്പി കാച്ചി ആവശ്യം. എന്തൊരു സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എന്നറിയൂ. ചെറിയ പാലപ്പമാണ്. ഇത് കണ്ടോ, നല്ല പഞ്ഞി പോലെയായിട്ടോ ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് കഴിച്ചു നോക്കിയത് നല്ല എക്സലൻറ്റ് ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ കൂടെ മുട്ടക്കറിയും അതുപോലെ ചിക്കൻ കറിയൊക്കെ പിന്നെ ഒന്നും നോക്കണ്ട. കണ്ടോ, നൂലപ്പം, വട്ടയപ്പം, പത്തിരി, അച്ചപ്പം, കുഴലപ്പം എന്നും വേണ്ട എല്ലാത്തിൻ്റെയും ഓർഡർ സ്വീകരിക്കുന്നുണ്ട്. ഇതേപോലെ മൊത്തം 11 കടയാണ് ഈ ഒരു അപ്പങ്ങാടിയിലുള്ളത്. ഇനി ഇവിടെ റോയിന് നമ്മുടെ ഈ വരിയായിട്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത കട എല്ലാത്തിനും ഇതുപോലെ തന്നെ ഇതേ ഐറ്റംസ് തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. നേരെ ഓപ്പോസിറ്റും 2-3 കടകളുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ഒരു 7:30 ഈ സമയം ആയതുകൊണ്ട് 2-3 കടകളൊക്കെ അടച്ചു പോയി. പക്ഷേ എന്നാലും ഇതേ ഐറ്റംസ് തന്നെയാണ് എല്ലാ കടകളും. എല്ലാവരും അവരുടെ വീടിൻ്റെ മുമ്പിലാണ് ഇങ്ങനെ അപ്പത്തിൻ്റെ ഈ ഒരു ലൈവായിട്ടുള്ള അപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. ഉണ്ടോ, ഇവിടെ അച്ചപ്പവും കുഴലപ്പവും ഒക്കെ ഉണ്ട്. അത് കൂടാതെ അകത്ത് ബോക്സിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പാക്ക് ചെയ്ത് ഇങ്ങനെ വിൽക്കാനായിട്ട് വച്ചേക്കുവാണ്. അപ്പോൾ തകൃതിയായിട്ട് അപ്പക്കച്ചവടം സിനി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ്.
കണ്ടോ, മാവ് ഇങ്ങനെ വലിയൊരു ചരുവത്തിൽ വെച്ചിട്ടുണ്ട്. അതിന് കുറേശ്ശെ മാവ് എടുത്ത് വേറൊരു സോസ് പാനിലേക്ക് ആക്കിയാണ് വെച്ചേക്കുന്നത്. നടുക്ക് റോഡാണ്, അപ്പുറത്തും ഇപ്പുറത്തുമാണ് നേരെ ഓപ്പോസിറ്റ് അങ്ങനെ അപ്പത്തിൻ്റെ കച്ചവടം നടക്കുകയാണ്. ഓപ്പോസിറ്റ് കടകളുണ്ട്. അതേ വലിയൊരു ചരുവത്തിൽ അപ്പത്തിൻ്റെ മാവ് വെച്ചേക്കണം കണ്ടോ. പിന്നെ എല്ലാം ബോക്സിലാക്കി വെച്ചേക്കാണ് വിൽക്കാനുള്ളതെല്ലാം. അതിൽ തന്നെ അച്ചപ്പൊക്കെ ഒരുപാട് പാക്കറ്റ്സ് ഉണ്ട് കേട്ടോ വിൽക്കാൻ. നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ ബൾക്കായിട്ട് വാങ്ങിച്ച് കൊണ്ടുപോവുകയും ചെയ്യാം കേട്ടോ. കണ്ടോ, ഇത് അവലോസ് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അവലോസ് പൊടി, വലിയ അവലോസ് ഉണ്ട, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റും ഉണ്ട് കേട്ടോ 3-4 കടകൾ. അതുപോലെ തന്നെ ഈ വരിയിൽ വീണ്ടും ഉണ്ട് 5-6 കടകൾ. ഇതാണ് നമ്മുടെ അപ്പങ്ങാടി എന്ന് പറയുന്ന സ്ഥലം. നല്ല ലൈവ് അപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമാണ്. എന്ത് മണമെന്ന് പറയാം, അവിടെ നിൽക്കുമ്പോൾ നല്ല അപ്പത്തിൻ്റെ മണം ഉണ്ടല്ലോ, മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറും കേട്ടോ. അത്രയ്ക്ക് ആ മണത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ സ്വാദ് അറിയാമെന്ന് പറഞ്ഞത് പോലെ എക്സലൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ സിനിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ച് അപ്പം പിന്നെ കുറച്ചിന് മുന്നോട്ട് നടന്ന് നോക്കുമ്പോൾ ഇത് തന്നെ ഇവിടെ കാണുന്നത്. നോക്ക് 1, 2, 3, 4 അങ്ങനെ നിരനിരയായിട്ട് അപ്പത്തിൻ്റെ കടകളാണ് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്? എപ്പോഴെങ്കിലും ഈ ഭാഗത്തേക്കൊക്കെ വന്നാൽ ഇതുപോലെ കുറച്ച് പലഹാരങ്ങൾ വാങ്ങിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്കൊരു ലൈക്കും ഷെയറും അതുപോലെ വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വ്യത്യസ്തമായ അടിപൊളി വീഡിയോ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ.